ആരോഗ്യത്തോടെ വയറു നിറയെ കഴിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പിയാണ്. കാണാൻ നല്ല ലുക്കും കഴിക്കാൻ ഹെൽത്തിയുമാണ് ഈ പുട്ട്. ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 2 ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് ചെത്തിയൊന്ന് വൃത്തിയാക്കി എടുക്കണം. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് പോലും ഈ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ബീട്രൂട്ട് പുട്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഒരു മികച്ചൊരു പ്രഭാത ഭക്ഷണമാണ് ഈ ബീട്രൂട്ട് പുട്ട്. അങ്ങനെ ബീട്രൂട്ട് ഞാൻ ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ചെറിയ രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ആ ഒരു കട്ടയില്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കണം. ഇവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിങ്ങനെ ആയാലും നമുക്ക് മാവിലോട്ട് ഒഴിച്ചു കൊടുത്തായാലും നമുക്ക് അതൊന്ന് പുട്ടിൻ്റെ രീതിയിലൊന്ന് പുരട്ടിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഈ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാനൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് പുട്ടിന് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിക്കണം. ബീട്രൂട്ട് തോരൻ വെച്ചാൽ കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുട്ടാണ് ബീട്രൂട്ട് പുട്ട്. ഇത് ആരോഗ്യകരമായൊരു പ്രഭാത ഭക്ഷണമാണ്. ഇത് രക്തം വർദ്ധിപ്പിക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ നല്ലതാണ് ഈ ബീട്രൂട്ട്. അതുപോലെ തന്നെ നമ്മുടെ വിളർച്ച മാറ്റാനും ഒക്കെ നല്ലതാണ് ഈ ബീട്രൂട്ട് പുട്ട്. നമ്മൾ വെച്ച് കൊടുത്ത അത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുട്ടിന് വേണ്ട റൈസ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാൻ റൈസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, പുട്ടിൻ്റെ മാവല്ല ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും പുട്ട്. ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു ഫിറ്റ്നസ് പുട്ട് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഈ ജിമ്മിലൊക്കെ പോകുന്നവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. ശരീരഭാരമൊക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പുട്ടാണ് ഈ ബീട്രൂട്ട് പുട്ട്. ഇത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ ബീട്രൂട്ട്. ഞാനിവിടെ നല്ല രീതിയിൽ കിണ്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറിയ കട്ടകളുണ്ട്. ആ കട്ടകളൊക്കെ നമുക്കൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നമുക്കൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഈ കട്ടകളൊക്കെ നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കണം. ഒത്തിരി അരക്കരുത്, അരഞ്ഞാൽ അത് കുഴഞ്ഞു പോകുന്നത്. മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാനാണ്. ഇവിടെ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ അങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കട്ടയില്ലാത്ത രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. മാവ് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്ന പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ അളവ് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 1 കപ്പ് അളവിൽ തേങ്ങ ചേർത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തേങ്ങയുടെ പകുതി മുറി വരുന്നില്ലേ, ആ ഒരു കണക്കിനാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ തേങ്ങ എല്ലായിടവും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം.
ദിവസവും ഇതുപോലെ നമുക്ക് പ്രഭാത ഭക്ഷണമായിട്ടോ ഡിന്നറായിട്ടോ നമുക്കിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയണിൻ്റെ കുറവുള്ളവർക്കൊക്കെ നല്ലതാണ്. വിളർച്ച മാറ്റാൻ നല്ലൊരു ഫുഡാണ് ഈ ബീട്രൂട്ട് പുട്ട്. അതുപോലെ തന്നെ തോരൻ വെച്ചാലും ഒന്നും കഴിക്കാത്തവർക്കും ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവർക്കും ഈ രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിതൊരു പുട്ടിൻ്റെ അച്ചിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചിരട്ടപ്പുട്ടാണ് എടുത്തേക്കുന്നത്. അതിലേക്കാണ് ഞാൻ പുട്ടിൻ്റെ മാവ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് കുറച്ച് മതിയെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. നമുക്ക് ആ മാവിലിട്ട് കുഴച്ച് അത്രയും എടുക്കുന്ന അത്രയും മതിയാകും. അത് നിറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ഈ പുട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം മുഴുവനും ഉന്മേഷം നിലനിർത്താൻ നല്ലതാണ് ഈ ബീട്രൂട്ട് പുട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ. അങ്ങനെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്കറിലിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഹെൽത്തി ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു വെറൈറ്റി പുട്ടായിരിക്കും ഇത്. കളറ് തന്നെ കാണുമ്പോൾ കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു കളറൊക്കെ കാണുമ്പോൾ കഴിച്ചു പോകും അവരൊക്കെ. ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ രീതിയിൽ നമ്മൾ ചെയ്താൽ. അഥവാ നമുക്ക് മാവ് കിണ്ടി എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ മാവിലോട്ട് ഒഴിച്ച് നമുക്ക് ചൂടാക്കാതെ തന്നെ അങ്ങനെ ആയാലും ചെയ്യാവുന്നതാണ്. ഈ ഹെൽത്തി പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബീട്രൂട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ രീതിയിലൊന്ന് ചെയ്ത് കൊടുത്താൽ ബീട്രൂട്ട് ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് പോലും പ്രിയപ്പെട്ട ഒരു ഫുഡായിട്ട് മാറും ഈ ബീട്രൂട്ട് പുട്ട്. അത്ര ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ബീട്രൂട്ട് ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.